കഴിഞ്ഞ സീസണിൽ നഷ്ടപ്പെട്ട ആ കനക കിരീടം പഞ്ചാബിന് ഇത്തവണ ഉയർത്തണം. അതിന് സർവ്വതും നൽകി തന്നെയാണ് അവർ മുന്നേറുന്നത്. കളിച്ച കളി 6ലും വിജയിച്ചുകൊണ്ട് കുതിക്കുകയാണ് ശ്രേയസ് പട. തലപ്പത്ത് തല ഉയർത്തി നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിന്റെ നായകത്വം പറയാതിരിക്കാൻ വയ്യ. ആരാധകർക്ക് അയാളൊരു വിശ്വാസമാണ്. സഹതാരങ്ങൾക്ക് അയാളൊരു മനോധൈര്യമാണ്. ഗുജറാത്തിനെതിരെ 11 പന്തുകൾ നേരിട്ട് 18 റൺസ് സ്വന്തമാക്കിക്കൊണ്ടാണ് ആ മത്സരത്തിൽ അയ്യർ കളം വിട്ടത്. അയാളുടെ ബാറ്റിന്റെ ചൂട് ആദ്യം ചെന്നൈ സൂപ്പർ കിങ്സിനെ തന്നെ അറിയിക്കണമെന്നത് ഒരു തരം നിയോഗമായിരുന്നു. ആ നിയോഗവും പേറി ക്രീസിലെത്തിയ അയ്യർക്ക് പിഴച്ചില്ലായിരുന്നു. 29 ബോളുകളാണ് അയാൾക്ക് നേരെ ചീറിപ്പാഞ്ഞെത്തിയത്. അത് മാത്രം മതിയായിരുന്നു അയാൾക്ക് അർദ്ധ സെഞ്ചുറി തികക്കാൻ, അതും 172 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ. അന്ന് ചെപ്പോക്കിന്റെ മണ്ണിൽ ഗെയ്ക്വാദിനെയും സംഘത്തെയും തല കുനിപ്പിച്ചങ്ങ് പറഞ്ഞയച്ചു. തലയില്ലാത്തത് കൊണ്ട് തലവര ശരിയല്ലായിരുന്നു എന്നാണ് ചെന്നൈ ആരാധകർ പറയുന്നുണ്ടായിരുന്നത്. സ്ഥിരത നിലനിർത്തുക എന്നത് ചുരുക്കം ചിലർക്ക് മാത്രം കഴിയുന്ന ഒരു പ്രത്യേകതയാണ്. ആ ചുരുക്കം ചിലരിലേക്ക് നിങ്ങൾ ശ്രേയസ് അയ്യറുടെ പേരും അങ്ങ് ചേർത്തിക്കൊള്ളുക. ഹൈദരാബാദിനും ചെന്നൈക്കും ശേഷമുള്ള മത്സരശേഷം അയ്യർ പറയാതെ പറഞ്ഞത്, എത്ര ബോളുകൾ തനിക്കെതിരെ വരുന്നു എന്നതിൽ അയാൾക്ക് യാതൊരു നോട്ടവുമില്ല. അതിർത്തി ഭേദിക്കുക, എതിർ ഫീൽഡേഴ്സിന്റെ കണ്ണുകെട്ടും വിധം ഷോട്ട് പായിക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ഏക ലക്ഷ്യങ്ങൾ. ഹൈദരാബാദിനെതിരെയും അയാൾ അത് തന്നെയാണ് പയറ്റിയതും. നേരിട്ടത് 33 ബോളുകളായിരുന്നു. അടിച്ചുകൂട്ടിയത് 69 റൺസുകൾ, അതും 209 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ. ദൈവത്തിന്റെ പോരാളികൾക്കും അയാളുടെ കയ്യിൽ നിന്ന് നല്ലതുപോലെ കിട്ടിയിരുന്നു. വിജയപ്രതീക്ഷകളുമായെത്തിയ ഹിറ്റ്മാനെയും സംഘത്തെയും കാഴ്ചക്കാരാക്കിക്കൊണ്ട് 188 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 35 ബോളുകളിൽ നിന്ന് 66 റൺസാണ് അയാൾ അടിച്ചുകൂട്ടിയത്. പിന്നാലെ ലക്നൌവിനെതിരെ 6 പന്തിൽ 5 റൺസ് എടുത്ത് 83 എന്ന സ്ട്രൈക്ക് റേറ്റിൽ പുറത്തായതോടെ അയാൾ നിറം മങ്ങിയെന്ന് കരുതിയവർ ക്യാപ്റ്റൻസിയെ ദർശിക്കുക. ഈ മത്സരത്തിൽ കുറഞ്ഞ സ്കോർ ഉപരോധിക്കാൻ ശ്രേയസ് അയ്യർ നടത്തിയ ബോളിംഗ് മാറ്റങ്ങൾ അങ്ങേയറ്റം കൃത്യതയായിരുന്നു. സാധാരണഗതിയിൽ പവർ പ്ലേയിൽ മാത്രം ഉപയോഗിക്കാറുള്ള ബൗളർമാരെ മിഡിൽ ഓവറുകളിൽ കൊണ്ടുവന്നതും ലക്നൗ ബാറ്റർമാരെ ക്രീസിൽ നിലയുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വിക്കറ്റ് ടേക്കിംഗ് പരീക്ഷിച്ചതും വലിയ വിജയകരമായി. കൃത്യമായ ഇടവേളകളിൽ ബൗളർമാരെ മാറ്റി പരീക്ഷിച്ചതിലൂടെ ബാറ്റർമാർക്ക് താളം കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു. ശ്രേയസ് അയ്യറിന്റെ ആദ്യ 6 മത്സരങ്ങളുടെ പോരാട്ട വീര്യം കണക്കിലെടുക്കുമ്പോൾ തന്റെ ബാറ്റിൽ നിന്നും 208 റൺസുകൾ അദ്ദേഹം സമാഹരിച്ചു കഴിഞ്ഞു. ശത്രുപക്ഷത്തെ ബൗളർമാരെ നിഷ്പ്രഭമാക്കുന്ന 182.46 എന്ന ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കരുത്തിന് ആക്കം കൂട്ടുന്നു. ക്രീസിലെ ഈ വീറുറ്റ പ്രകടനം ഇന്ന് IPL വേദികളിൽ ഏതൊരു ടീമിന്റെയും പേടി സ്വപ്നമാണ്. അർദ്ധ സെഞ്ചുറികളുടെ തൃപ്പടി കടക്കാനുള്ള അദ്ദേഹത്തിന്റെ മുന്നേറ്റം എതിരാളികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു സീസണിൽ മാത്രം 3 തവണയാണ് അദ്ദേഹം അർദ്ധശതകം തികച്ച് വിജയക്കൊടി പാറിച്ചത്. ചെന്നൈക്കെതിരെ 29 പന്തിൽ 50 തികച്ച് സീസണിലെ തന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി. പിന്നാലെ ഹൈദരാബാദിന്റെ കരുത്തുറ്റ ബൗളിംഗ് നിരയെ നിസ്സാരമാക്കിക്കൊണ്ട് 33 പന്തുകളിൽ നിന്നും അടിച്ചെടുത്ത 69 റണ്ണും മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള 35 പന്തിൽ നേടിയ 66 റണ്ണും അദ്ദേഹത്തിന്റെ ഈ സീസണിലെ അയാളുടെ മികച്ച അധ്യായങ്ങളാണ്. ബാറ്റിങ്ങിലെ മാസ്മരിതയ്ക്ക് പുറമെ ഫീൽഡിങ്ങിലും നായകത്വ മികവിലും അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസുമായുള്ള പോരാട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് അദ്ദേഹം നടത്തിയ ആ റിലേ ക്യാച്ച് ഈ സീസണിലെ തന്നെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. സൺറൈസ് ഹൈദരാബാദിനെതിരെ അഭിഷേക് ശർമ്മയെയും ഡ്രാവിഡ് ഹെഡിനെയും പുറത്താക്കാൻ പാർട്ട് ടൈം ബൗളറായ ശശാങ്ക് സിംഗിനെ പരീക്ഷിച്ച അദ്ദേഹത്തിന്റെ നായകത്വം ഒരു മാസ്റ്റർ സ്ട്രോക്കായി രേഖപ്പെടുത്തുന്നു. ക്യാപ്റ്റൻസിയിൽ MS ധോണി, രോഹിത് ശർമ്മ തുടങ്ങിയ ഇതിഹാസങ്ങളെപ്പോലും പിന്നിലാക്കുന്ന 59.80% വിജയ ശതമാനം അയ്യർക്കുള്ളതെന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. തന്റെ ദൗർബല്യമായിരുന്ന ഷോർട്ട് ബോളുകളെ ഫലപ്രദമായി നേരിടാൻ പഠിച്ച അയ്യർ വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനാണെന്ന് രവി ശാസ്ത്രി അടക്കമുള്ള പ്രമുഖർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. ഈ സീസണിലെ മാസ്മരിക പ്രകടനം തുടരാനായാൽ കഴിഞ്ഞ വർഷം ഫൈനലിൽ കൈവിട്ടുപോയ കിരീടം ഇത്തവണ പഞ്ചാബിന്റെ മണ്ണിലെത്തിക്കാൻ അയ്യർക്ക് സാധിക്കുമെന്ന് ഉറപ്പു തന്നെയാണ്.
ലക്നൌവിനെതിരെയുള്ള മത്സരത്തിൽ സമ്മർദ്ദഘട്ടത്തിൽ കൈവിട്ടുപോയ പന്തുകൾ ശശാങ്കിന്റെ ഉള്ളിൽ ഒരു തീയായിരുന്നിരിക്കണം. ആരാധകരും ഗാലറികളും ഒരേപോലെ നിശബ്ദമായ ആ നിമിഷം. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഭാഗത്തു നിന്ന് ഒരു ശകാരം എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ മൈതാനത്ത് കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. ശോഭത്തിന് പകരം, ദേഷ്യത്തിന് പകരം അയാളുടെ മുഖത്ത് വിരിഞ്ഞത് പുഞ്ചിരിയായിരുന്നു. തളർന്നുപോയ ശശാങ്കിനെ അരികിൽ ചേർത്ത് നിർത്തി ആ പിഴവുകളെ തമാശ രൂപേണ അവതരിച്ച് അവൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുകയാണ് ശ്രേയസ് അയ്യർ ചെയ്തത്. ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നു, നായകനായാൽ ഇങ്ങനെയാവണം, ഇങ്ങനെയായിരിക്കണം, അയ്യറിനെ പോലെയായിരിക്കണം. അതിനാൽ തന്നെ ഇന്ത്യൻ T20 ടീമിൻ്റെ നായകത്വം അയാളുടെ കയ്യിൽ ഭദ്രമാണ്. അതിനായി നമുക്ക് കാത്തിരിക്കാം.